എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, +2വിൽ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ സേ പരീക്ഷയാണോ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണോ എഴുതേണ്ടത്? അതുപോലെ തന്നെ +1ൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽഡ് ആവുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ സേയോ ഇംപ്രൂവ്മെൻറ്റോ എഴുതാം. അപ്പോൾ ആ ഒരു പരീക്ഷ എപ്പോഴാണ്? അതുപോലെ തന്നെ +1 +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷകൾ എപ്പോഴാണ്? അതിന് എപ്പോഴാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്? എത്ര രൂപയാണ് ഫീസ്? എത്ര വിഷയങ്ങൾ എഴുതാം? ആർക്കൊക്കെ എഴുതാം? അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് +2ൻ്റെതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴുള്ള +2 സേ വിഭാഗത്തിലായിട്ട് കമ്പാർട്ട്മെൻറ്റലായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ വിവിധ സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനുള്ള മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ബേസിക്കലി ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷവും, അതായത് ഈ ഒരു 24 മാർക്ക് വെച്ചിട്ടോ, അതായത് നിങ്ങൾക്ക് ഓരോ വർഷം ഈ ഒരു രീതിയിൽ 24 + 24, അതായത് ഫസ്റ്റ് ഇയർ 24, സെക്കൻഡ് ഇയർ 24 എന്നിങ്ങനെ ടോട്ടൽ കൂട്ടുമ്പോൾ 48 മാർക്കായിട്ടോ, അതായത് ഓരോ വർഷം 24 മാർക്കായിട്ടോ, അതല്ലെങ്കിൽ ടോട്ടലായിട്ട് എഴുത്ത് പരീക്ഷയിൽ, അതായത് TE മാർക്ക് ഇനത്തിൽ നിങ്ങൾക്ക് ഈ ഒരു 48 മാർക്കായിട്ടോ വാങ്ങിക്കാവുന്നതാണ്. അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 2 വർഷത്തെ TE മാർക്ക്, അതായത് ടെർമിനൽ ഇവാലുവേഷൻ, അതായത് പരീക്ഷയുടെ മാർക്ക് 48 കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് നിബന്ധനയായിട്ടുള്ളത്. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 18 വെച്ച്, രണ്ടാമത്തെ വർഷം 18 വെച്ച് ടോട്ടൽ 36 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതല്ലെങ്കിൽ ഓരോ വർഷം ഈ ഒരു 18 വാങ്ങിക്കാതെ ടോട്ടലായിട്ട്, അതായത് ഓരോ വർഷവും നിങ്ങൾക്ക് 18 തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ടോട്ടലായിട്ട് എഴുത്ത് പരീക്ഷയിൽ +1ലെയും +2ലെയും കൂട്ടുന്ന സമയത്ത് 36 കിട്ടിയാലും ജയിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, വിദ്യാർത്ഥികൾ +1ൽ ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ +2ൽ എത്ര മാർക്ക് നേടണം ജയിക്കാനായിട്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ +1ൻ്റെ TE മാർക്ക് എത്രയാണോ അതിനെ 48 മാർക്കിൽ നിന്നും ആ ഒരു TE മാർക്ക് എത്രയാണ് ആ ഒരു മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നിങ്ങളുടെ ആ ഒരു എത്ര മാർക്ക് നേടണം എന്നുള്ളതിനുള്ള ഉത്തരം. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയാണെങ്കിൽ 36 മാർക്കിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു എത്ര മാർക്കാണ് +1ന് കിട്ടിയത് ആ ഒരു മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എത്ര മാർക്ക് നേടണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ നീറ്റ്, കീം, അതുപോലെ തന്നെ JEE എന്നിങ്ങനെയുള്ള വിവിധ പ്രവേശന പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ, അതിന് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ +2വിന് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ജയിക്കാനുള്ള മാർക്ക് മാത്രമല്ല, അതിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആകെ സബ്ജക്റ്റിൻ്റെ +2വിൻ്റെ മാർക്കിൻ്റെ, അതായത് ഈ ഒരു 80 മാർക്കിൽ നിങ്ങളൊരു 60 മാർക്കെങ്കിലും, അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിലൊരു 50 മാർക്കെങ്കിലും നേടുന്നതിനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു കീം, നീറ്റ്, അതുപോലെ JEE എന്നിങ്ങനെയുള്ള പരീക്ഷകൾ ഇപ്പോഴോ അതല്ലെങ്കിൽ പിന്നീടോ എഴുതാൻ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ +2വിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബയോളജി സബ്ജക്റ്റാണ്. ബയോളജി സബ്ജക്റ്റിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, എത്ര മാർക്ക് വിദ്യാർത്ഥികൾ ഈ ഒരു ബയോളജിയിൽ, അതായത് ബയോളജി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ സുവോളജി ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടണി ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 സബ്ജക്റ്റുകളും ടോട്ടൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 18 മാർക്കാണ് +2വിന് ജയിക്കാനായിട്ട് വേണ്ടത്. ഇതേ രീതിയിൽ തന്നെ +1നും 18 മാർക്ക് കിട്ടിയാൽ മതി. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് +1ൻ്റെയും +2ൻ്റെയും കൂട്ടുന്ന സമയത്ത് 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ജയിക്കുന്നതാണ്. അതായത് ബയോളജിക്കും സുവോളജിക്കും 30-ൽ 30, അതായത് 30 മാർക്ക് വെച്ചിട്ടാണ് പരീക്ഷ. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സുവോളജിക്കും ബോട്ടണിക്കും ടോട്ടൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 18 മാർക്ക് കിട്ടിയിട്ടുണ്ട്, +2വിന് എഴുത്ത് പരീക്ഷയിൽ 18 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ജയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു +1നും ഇതേ രീതിയിൽ മാർക്ക് കിട്ടിയാൽ ജയിക്കുന്നതാണ്. ഇതല്ല, നിങ്ങൾക്ക് ടോട്ടലായിട്ട് +1ൻ്റെയും +2ൻ്റെയും സുവോളജിയുടെയും ബോട്ടണിയുടെയും എഴുത്ത് പരീക്ഷയുടെ മാർക്ക് കൂട്ടുന്ന സമയത്ത് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു പരീക്ഷ ജയിക്കും. അതായത് 60ൽ നിങ്ങൾക്ക് 36ആണ് ജയിക്കാനായിട്ട് വേണ്ടത്. ആ ഒരു രീതിയിൽ 36 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ബയോളജിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയാൽ കൂടുതൽ ഉപകാരപ്രദം ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് മാത്സ് പരീക്ഷ. മാത്സിൻ്റേത് ഓൾഡ് സിലബസ് ആണെങ്കിൽ 80ലാണ് മാർക്ക് ഉണ്ടാവുക. അതിൽ ജയിക്കാനായിട്ട് 48 മാർക്കാണ് വേണ്ടത്. എന്നാൽ ന്യൂ സിലബസ്, അതായത് ഇപ്പോൾ ഈ ഒരു +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 60 മാർക്കിലാണ് പരീക്ഷ. അത് 36 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു മാത്സ് 80ലല്ലേ എന്നുള്ളത്. മാത്സ് മുൻ വർഷത്തേത്, അതായത് ഈ ഒരു 80 മാർക്കിലാണ്. എന്നാൽ പുതിയ സിലബസ് പ്രകാരം കഴിഞ്ഞ വർഷത്തേത് മുതൽ ഈ ഒരു അതിന് മുൻ വർഷം മുതൽ, അതായത് ഏത് വർഷം മുതലാണ് ഇത് തുടങ്ങിയിട്ടുള്ളതെന്ന് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ സിലബസ് പ്രകാരം 60 മാർക്കിലാണ് ഈ ഒരു മാത്സ് വരുന്നത്. ഇതിനോടൊപ്പം പ്രാക്ടിക്കൽ കൂടി മാത്സിന് ഇപ്പോൾ ഉണ്ട്. മുൻ ഓൾഡ് സിലബസ് ആണെങ്കിൽ അതിൽ 80 മാർക്കിലാണ് വരിക. അതിൽ ഈ ഒരു പ്രാക്ടിക്കൽ ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥി
വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആർക്കൊക്കെ എഴുതാം, അതുപോലെ തന്നെ ആർക്കൊക്കെ അതിന് അപേക്ഷിക്കാം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വർഷം നടക്കുന്ന, അതായത് അതിനു മുമ്പായിട്ട് +1 വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. +1 വിദ്യാർത്ഥികളുടെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക, അതായത് +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക 2026 മാർച്ചിലെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ്. അതായത് പുതിയ ബാച്ചിലെ +1 വിദ്യാർത്ഥികൾക്ക് ഇനി 2026 അതായത് മാർച്ച് മാസത്തിലാണ് പരീക്ഷ നടക്കുക. അപ്പോഴാണ് +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവുക. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഈ വർഷം ഈ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വർഷം നേരത്തെ തന്നെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതായത് ഓഗസ്റ്റിന് ശേഷം ഈ ഒരു രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് DHSC വെബ്സൈറ്റിൽ പരിശോധിക്കേണ്ടതാണ്. എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. ലേറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ആ ഒരു രജിസ്ട്രേഷൻ ഡേറ്റ് അറിയില്ലെങ്കിൽ പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കാര്യം നോക്കാം. +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരിക ഈ വർഷം ഏപ്രിലാണ്. അതായത് നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, ആ ഒരു റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം മുതൽ വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരാഴ്ചയാണ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള അവസരം കിട്ടുക. അപ്പോൾ ഈ വർഷത്തെ, അതായത് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക ആർക്കൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2025 വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു 2025 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നിലവിലെ 2025 +2 പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗമായിക്കോട്ടെ റെഗുലർ വിഭാഗമായിക്കോട്ടെ, അതായത് ഏത് വിഭാഗത്തിലായിരുന്നാലും +2ൻ്റെ അതായത് 2025 പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ 2025 ഈ ഒരു +1 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ ഈ ഒരു സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടാം വർഷ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് +2 തോറ്റ ശേഷം വീണ്ടും ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 പരീക്ഷ കൂടി അവരുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ +2ൻ്റെ ആ ഒരു സബ്ജക്റ്റ് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മാത്രമായിട്ട് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് TE മാർക്ക്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 80ൻ്റേതിൽ ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു 48 മാർക്ക്, അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ TE മാർക്ക് കൂട്ടുന്നതിനായിട്ട്, അതായത് TE മാർക്കിൽ ജയിക്കുന്നതിനായിട്ട്, എഴുത്തു പരീക്ഷയിൽ ജയിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയ്ക്ക് ആ ഒരു തിയറി പേപ്പർ കൂടി നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CE TE PE എന്നിങ്ങനെ എല്ലാവിധ മാർക്കുകളും ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല, അതായത് D+ കിട്ടിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് D+ കിട്ടിയിട്ടുണ്ടെങ്കിലും TE മാർക്കിൽ നിങ്ങൾക്ക് ആ ഒരു മിനിമം മാർക്ക് കിട്ടിയിട്ടില്ല. മിനിമം എന്ന് പറയുമ്പോൾ 48, 36 ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു 2 വർഷത്തെ +1ൻ്റെയും +2ൻ്റെയും കൂട്ടുന്ന സമയത്ത് 80ൽ ഈ ഒരു 48ഉം 60ൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് ആണെങ്കിൽ കൂടി അത് നിങ്ങൾ ഫെയിൽഡ് ആയിട്ടാണ് റിസൾട്ടിൽ കാണിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു മിനിമം മാർക്ക് കിട്ടാതെ എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റ് സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാം വർഷ പരീക്ഷയത്തെ റെഗുലർ വിദ്യാർത്ഥികൾക്ക്, റെഗുലർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഈ തുടർന്ന് വരുന്ന ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരേ സമയം സേ പരീക്ഷയ്ക്കോ അതല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കോ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സമയം 2 പരീക്ഷയ്ക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ പേര്. അതായത് ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ എപ്പോഴാണ് വരിക എന്നുള്ളത് പറയാം. വിദ്യാർത്ഥികളുടെ +2ൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടക്കുക. വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം ഏപ്രിൽ 20-ാം തീയതിയോടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏപ്രിൽ 20-ന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരാഴ്ച സമയമാണ് ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകുന്നതിനായിട്ട് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഏകദേശം ഒരു 20 ദിവസത്തോളമാണ് കിട്ടുക. കാരണം ജൂൺ മാസത്തോടെ ഇതിൻ്റെ ആ ഒരു എക്സാം
ആരംഭിക്കും. ജൂലൈ മാസത്തോടെയാണ് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഏകദേശം ഒരു 20 ദിവസത്തിനുള്ളിലാണ് റിസൾട്ടൊക്കെ വരികയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ, അതായത് ഈ ഒരു പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫോമും അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, അതുപോലെ പരീക്ഷാ ഫീസ് എന്നിവയുമായിട്ടാണ് നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. പ്ലസ് ടു കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് 2025 +1 കമ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷയ്ക്കോ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ പ്ലസ് ടുവിന് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആണ് എങ്കിൽ, അത് പ്ലസ് ടുവിൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽഡ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ട പരീക്ഷ എന്ന് പറയുന്നത് പ്ലസ് ടു സേ പരീക്ഷയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടു ജയിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപേക്ഷയും അപേക്ഷാ ഫോമും ഒക്കെ ഒന്നാണ്, എന്നാൽ നിങ്ങൾ ഇതിനു വേണ്ടി അടക്കുന്ന ഫീസും അതുപോലെ എത്ര സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ എണ്ണത്തിലുമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയുടെ കാര്യം നോക്കാം. അതിനുശേഷം പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കാര്യം നോക്കാം. പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷാ ഫോമും അപേക്ഷ നൽകേണ്ട സമയവുമൊക്കെ സെയിം ആണ്. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് ഈ ഒരു 2 കാര്യങ്ങൾക്കുള്ള അപേക്ഷയും സമർപ്പിക്കേണ്ടത്. പ്ലസ് ടു സേ പരീക്ഷയ്ക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 150 രൂപ പെർ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്ത ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ നിങ്ങൾക്ക് തിയറി പേപ്പർ കൂടി എഴുതണം എന്നുണ്ടെങ്കിൽ 175 രൂപയാണ് പെർ സബ്ജക്റ്റ് ഫീസ് വരിക. അതിനോടൊപ്പം പ്രാക്ടിക്കലും തിയറിയും കൂടി ഉൾപ്പെടും. അതുപോലെ നിങ്ങൾക്ക് തിയറി വേണ്ട, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ മാത്രമാണ് എഴുതേണ്ടതെങ്കിൽ 25 രൂപ, അതായത് 25 രൂപയിൽ 125 രൂപ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ നിങ്ങൾ ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ മാത്രം എഴുതിയാൽ മതിയാകും. ഇനി ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വിദ്യാർത്ഥികൾ നൽകേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഫീസാണ് ഈ ഒരു 40 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സേ പരീക്ഷയുടെ ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അപേക്ഷ എത്ര വിഷയങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടാതിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും, അതല്ലെങ്കിൽ D+ കിട്ടുകയോ എന്നാൽ നിങ്ങൾക്ക് TE മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ മിനിമം 48 അല്ലെങ്കിൽ 36 മാർക്കോ 2 വർഷത്തേത് കൂട്ടുന്ന സമയത്ത് 80ലും 60ൻ്റെ മാർക്ക് സബ്ജക്റ്റിലും കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റുകൾ രജിസ്ട്രേഷൻ ചെയ്യാം. 6 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സേ പരീക്ഷയായിട്ട്, അതായത് ജയിക്കാനുള്ള സബ്ജക്റ്റുകളായിട്ടുണ്ടെങ്കിൽ 6 സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് ടു ഇംപ്രൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടു തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾ സേ പരീക്ഷയാണ് എഴുതേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ പ്ലസ് ടു ജയിച്ചൊരു വിദ്യാർത്ഥി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് സർട്ടിഫിക്കറ്റ് അല്ല എക്സാം ഫീസ് എന്ന് പറയുന്നത്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഒരു വിഷയമാണ് എഴുതാൻ പറ്റുക. 500 രൂപയാണ് ആ ഒരു വിഷയത്തിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി നൽകേണ്ടതായിട്ടുണ്ട്. പ്ലസ് ടു ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലസ് ടു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ പ്ലസ് ടു ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതേണ്ടത് പ്ലസ് ടു തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളാണ്. രജിസ്ട്രേഷനൊക്കെ ഒരുമിച്ചാണ്, എന്നാൽ ഫീസ് മാത്രമാണ് വ്യത്യാസമുള്ളത്. അതുപോലെ എഴുതുന്ന സബ്ജക്റ്റുകളുടെ എണ്ണത്തിലും ഈ ഒരു പ്ലസ് ടു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലസ് ടു സേ ആണെങ്കിൽ എത്ര ഫെയിൽഡ് ആയ സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റുകൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നുള്ളത്. ഈ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും സെയിം ആണ്. നിങ്ങൾ സേ പരീക്ഷയാണ് എഴുതുന്നത് എങ്കിലും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരിക്കും. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ സെയിം ഡേയിൽ തന്നെയാണ്, അതുപോലെ സെയിം ടൈം ടേബിളിൽ തന്നെയാണ് എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന സമയത്ത് ഏകദേശം 3 സെറ്റോളം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കും. അതിൽ നിന്നും ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ ഉപയോഗിക്കുന്നത്. അതിൽ നിന്നും ബാക്കിയുള്ള 2 സെറ്റുകളിൽ നിന്നും ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലായിരിക്കില്ല എക്സാം സെൻറ്റർ, ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളുകളിലായിരിക്കും. അതായത് കുട്ടികൾ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ട് അതനുസരിച്ചിട്ടാണ്, അതായത് 1-2 സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിലേതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും എക്സാമിൻ്റെ സെൻറ്റർ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട്, അതായത് മെയ് മാസത്തോടെ പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുക. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ എപ്പോഴാണ് ആ ഒരു ഡേറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു ഡേറ്റിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പ്രാക്ടിക്കൽ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു പരീക്ഷയുള്ളൂ. പ്രാക്ടിക്കലിന് ഇംപ്രൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു റിസൾട്ട് വരിക ഏകദേശം ജൂലൈ മാസത്തോടെയായിരിക്കും. ജൂലൈ 20 വിദ്യാർത്ഥികളുടെ റിസൾട്ട്, സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു
റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് ലഭിച്ച കൂടുതൽ മാർക്ക് ഇംപ്രൂവ്മെൻറ്റിനാണോ അല്ലെങ്കിൽ സേക്കാണോ, അതായത് ആ ഒരു പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനേഷൻ ആണോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കാണോ ഏതിനാണ് കൂടുതൽ കിട്ടിയത് ആ ഒരു മാർക്കാണ് കൺസിഡർ ചെയ്യുക. അതായത് കൂടിയ മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് ഉണ്ടാകും. അതേസമയം ഇംപ്രൂവ്മെൻറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്നാണ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മിനിമം നിങ്ങളൊരു 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിലൊരു 60 മാർക്ക്, അതുപോലെ 60 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിലൊരു 50 മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ